Hello my dear students, our next question, line AB 70 millimeter long is inclined at 40 degree to VP. Line AB 70 millimeter long is inclined at 40 degree to VP and is top view measures 50 millimeter and is top view measures 50 millimeter. Okay, draw the projections and find out is inclination with HP. Draw the projections and find out is inclination with HP if the endpoint A 20 millimeter above HP and 40 millimeter in front of VP. If the endpoint A 20 millimeter above HP and 40 millimeter in front of VP. Okay, so ഇതിനകത്ത് ഡീറ്റെയിൽസ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ട്രൂ ലെങ്ത് എത്രയാണ്? 70 millimeter. അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ നമുക്ക് ഒരു ഇൻക്ലിനേഷൻ മാത്രമേ തന്നിട്ടുള്ളൂ, ഇൻക്ലിനേഷൻ വിത്ത് VP. സോ അത് ഞാനിവിടെ ഫൈ എന്ന് പറയുന്ന ഒരു സിമ്പിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുവാണ്. സോ ദിസ് ഫൈ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇൻക്ലിനേഷൻ വിത്ത് VP ആൻഡ് ഇവിടെ തീറ്റ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇൻക്ലിനേഷൻ വിത്ത് HP. അത് നമ്മൾ സാധാരണയായിട്ട് കോമൺ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന നൊട്ടേഷൻസ് ആണ്. ഇൻക്ലിനേഷൻ വിത്ത് HP റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി തീറ്റ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻക്ലിനേഷൻ വിത്ത് VP റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഫൈ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ ക്വസ്റ്റിനകത്ത് ഇതിൻ്റെ ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ആക്ച്വൽ ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് ദാറ്റ് ഈസ് 50 millimeter. സോ ദാറ്റ് മീൻസ് ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് തന്നിരിക്കുക മീൻസ് എന്തായിരിക്കും? ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദി ആക്ച്വൽ AB എന്നാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യണം. ഇതാണ് A dash B dash ദാറ്റ് ഈസ് റെപ്രസെൻറ്റിംഗ് ദി ഫ്രണ്ട് വ്യൂ, AB ദാറ്റ് ഈസ് റെപ്രസെൻറ്റിംഗ് ദി ടോപ്പ് വ്യൂ. നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ ഇതാണ് A dash B dash, അതാണ് ഫ്രണ്ട് വ്യൂ. AB ദാറ്റ് ഈസ് ദി ടോപ്പ് വ്യൂ. അപ്പോൾ ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് 50 മീൻസ് എന്താണ്? ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നതാണ് ABയുടെ ലെങ്ത്. സോ ABയുടെ ലെങ്ത് എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ആയിരിക്കും അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം? നേരത്തെ മുമ്പ് നമ്മൾ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ നമുക്ക് അറിയാവുന്ന സംഗതി ആദ്യമേ അങ്ങ് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു പോയിന്റ്. ഇപ്പോൾ ഒരു പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ് ആദ്യമേ അങ്ങ് മാർക്ക് ചെയ്യുക അല്ലേ. സോ ഇവിടെ നമുക്ക് പോയിന്റ് തന്നിട്ടുണ്ട്, പോയിന്റ് A വിച്ച് ഈസ് 20 millimeter above HP ആൻഡ് 40 millimeter in front of VP. ഓക്കെ, സോ നമുക്ക് മാർക്ക് ചെയ്യാം പോയിന്റ് A. സോ XY ലൈൻ വരച്ചു. ദെൻ പോയിന്റ് A. So point A that is A dash എത്രയാണ്? 20 millimeter above HP and 40 millimeter in front of VP അല്ലേ. So it is 40 millimeter in front of VP. So 40 millimeter in front of VP. So A dashും Aയും മാർക്ക് ചെയ്തു. ഓക്കെ, സോ A dashും Aയും മാർക്ക് ചെയ്തു. ഇനി അടുത്ത കേസ് എന്താണ് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത്? A ഡാഷും Aയും മാർക്ക് ചെയ്തു. ഇനി അടുത്ത കേസ് എന്താണ് മാർക്ക് ചെയ്യേണ്ടത്? ഇനി നമുക്ക് ക്വസ്റ്റിൽ എന്താ തന്നിരിക്കുന്നത് നോക്കുക. ഇനി നമുക്ക് അറിയാവുന്ന കേസ് ട്രൂ ലെങ്ത് അറിയാം, ദാറ്റ് ഈസ് 70. അതുപോലെ തന്നെ ഇൻക്ലിനേഷൻ വിത്ത് VP അറിയാം, ദാറ്റ് ഈസ് 40 ഡിഗ്രി അല്ലേ. ഇൻക്ലിനേഷൻ വിത്ത് VP അറിയാം, ദാറ്റ് ഈസ് 40 ഡിഗ്രി. ഓക്കെ, ഈ രണ്ട് കേസും നമുക്കറിയാം. സോ ഇതറിയാമെങ്കിൽ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം? നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. സപ്പോസ് ഒരു ലൈൻ വിച്ച് ഈസ് ഇൻക്ലൈൻഡ് ടു ബോത്ത് HP ആൻഡ് VP ആണ്. സപ്പോസ് ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് ടു ബോത്ത് HP ആൻഡ് VP ആണെന്നുണ്ടെങ്കിൽ അല്ലേ, ഇത് ഇൻക്ലൈൻഡ് ടു ബോത്ത് HP ആൻഡ് VP ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഈ പറഞ്ഞ കേസിൻ്റെ എങ്ങനെയായിരിക്കും? ഇതിൻ്റെ എന്താണ്, നമുക്കിതിൻ്റെ ട്രൂ ലെങ്തോ ട്രൂ ഇൻക്ലിനേഷനോ നമുക്ക് കാണാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാമെന്ന് നമ്മൾ കാണാവുന്ന രീതിയിലേക്ക് മാറ്റുക. സോ ദാറ്റ് മീൻസ് എന്ത് ചെയ്യുക, ഇതിനെ പിടിച്ച് നമുക്കറിയാവുന്ന കേസ് ഇപ്പം ഇതിൻ്റെ ടോപ്പ് വ്യൂവിൻ്റെ ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ
എന്താണ് നമുക്കറിയാവുന്നത്, ഇതിൻ്റെ ഇൻക്ലിനേഷൻ വിത്ത് വി പി നമുക്കറിയത്തുള്ളൂ. ദാറ്റ് ഈസ് 40 ഡിഗ്രി, നമുക്കത് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ പാരലൽ ടു എച്ച് പി ആക്കണം അല്ലേ. സോ പാരലൽ ടു എച്ച് പി ആക്കിയാൽ എന്ത് കാണാൻ പറ്റും, നമ്മൾ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ഇത് 40 ഡിഗ്രി ഇൻക്ലൈൻ ടു എക്സ് വൈ ലൈനായിട്ട് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ട്രൂ ലെങ്ത് കാണാൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ ചെയ്ത പ്രോബ്ലം ഉണ്ടല്ലോ, അത് നിങ്ങളൊന്ന് റെഫർ ചെയ്യുക. സോ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, സപ്പോസ് ഈ ലൈൻ അല്ലേ വിച്ച് ഈസ് 40 ഡിഗ്രി, ഈ ഫൈ എന്ന് പറയുന്നത് 40 ഡിഗ്രി ഇൻക്ലൈൻ ടു എന്താണ് വി പി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ AB2 അല്ലേ. സോ ദാറ്റ് ഈസ് ഒരു ഈ ലെങ്ത് നമുക്ക്, അതായത് പാരലൽ ടു വി പി ആയിട്ടിരിക്കുന്ന കേസിനകത്ത് ഈ ട്രൂ ലെങ്ത്, അതായത് AB2 ദാറ്റ് ഈസ് ദി ട്രൂ ലെങ്ത് നമുക്ക് ടോപ്പ് വ്യൂ കാണാൻ പറ്റും. അങ്ങനെയാണ് അതിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത് A', B2' ആയിരിക്കും അല്ലേ. അത് പാരലൽ ടു എക്സ് വൈ ലൈൻ ആയിരിക്കും അല്ലേ. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു ലൈൻ വിച്ച് ഈസ് പാരലൽ ടു എന്താണ് എച്ച് പി ആൻഡ് ഇൻക്ലൈൻ ടു വി പി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അല്ലേ, ഇറ്റ് ഈസ് പാരലൽ ടു എച്ച് പി ആൻഡ് ഇൻക്ലൈൻ ടു വി പി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ടോപ്പ് വ്യൂ നോക്കുമ്പം ട്രൂ ലെങ്ത് നമുക്ക് ടോപ്പ് വ്യൂ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് എത്ര ഡിഗ്രി ഇൻക്ലൈൻ ടു വി പി ആണോ ആ സെയിം ഡിഗ്രി തന്നെ നമുക്ക് ടോപ്പ് വ്യൂ കാണാൻ പറ്റും. പക്ഷേ ഫ്രണ്ട് വ്യൂ നോക്കുമ്പം ദാറ്റ് ഈസ് എ സ്ട്രേറ്റ് ലൈൻ വിച്ച് ഈസ് പാരലൽ ടു എക്സ് വൈ ലൈൻ ആയിട്ട് ഒരു എന്താണ് റെഡ്യൂസ്ഡ് ലെങ്ത് നമുക്ക് എന്താണ് ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഈ അറിയാവുന്ന സാധനം നമ്മളങ്ങ് മാർക്ക് ചെയ്യുന്നു അല്ലേ. ഈ അറിയാവുന്ന സംഗതി നമ്മളങ്ങ് മാർക്ക് ചെയ്യുന്നു. സോ അപ്പം ഈ സെയിം റെപ്രസെൻറ്റേഷൻ തന്നെ എന്താണ് യെല്ലോ കളർ യൂസ് ചെയ്ത് തന്നെ നമുക്കങ്ങ് മാർക്ക് ചെയ്തേക്കാം. സോ ഇവിടെ നമുക്ക് അറിയാവുന്ന ആംഗിൾ എന്ന് പറയുന്നത് 40 ഡിഗ്രി ഇൻക്ലൈൻ ടു വി പി ആയിട്ട് നിൽക്കുന്നു. സോ ഇവിടെ നമുക്കറിയാം അതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നമുക്കറിയാം. എത്രയാണ് അതിൻ്റെ ലെങ്ത്? സോ ഈ ലെങ്ത് എത്രയായിരിക്കും? ലെങ്ത് എത്രയാണ്? ട്രൂ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റിനകത്ത്. എത്രയാണ്? ഇറ്റ് ഈസ് 70 മില്ലിമീറ്റർ അല്ലേ. സോ 70 മില്ലിമീറ്റർ ആണ് ട്രൂ ലെങ്ത് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. സോ അത് മാർക്ക് ചെയ്യാം. സോ ഇറ്റ് ഈസ് 70. സോ ഈ ഇത് ആക്ച്വൽ ബി അല്ല, അതുകൊണ്ട് നമ്മൾ B2 എന്ന് മാർക്ക് ചെയ്തു അല്ലേ. സോ B2 ഉണ്ടെങ്കിൽ നമുക്ക് B2' കിട്ടും. ദാറ്റ് ഈസ് A', B2' എന്ന് പറയുന്ന ലൈൻ വിച്ച് ഈസ് പാരലൽ ടു എക്സ് വൈ ലൈൻ ആയിരിക്കും അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഡ്രോ എ പെർപെൻഡിക്കുലർ ലൈൻ, പെർപെൻഡിക്കുലർ വരയ്ക്കുക. സോ A', B2' എന്ന് പറയുന്നത് എന്താണ്? സോ A', B2' എന്ന് പറയുന്നത് വിച്ച് ഈസ് പാരലൽ ടു എക്സ് വൈ ലൈൻ ആയിരിക്കും അല്ലേ. A', B2' എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പാരലൽ ടു എക്സ് വൈ ലൈൻ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്താ അറിയാവുന്നതെന്ന് നോക്കി. ഇനി നമുക്ക് അറിയാവുന്ന സംഗതി വീണ്ടും മാർക്ക് ചെയ്യും. ഇപ്പം നമുക്ക് അറിയാവുന്ന സംഗതി മാർക്ക് ചെയ്തു. ദാറ്റ് ഈസ് 40 ഡിഗ്രി ഇൻക്ലൈൻ ടു വി പി ആണ്. അതിൻ്റെ ട്രൂ ലെങ്ത് അറിയാം. അതുപോലെ തന്നെ ഈ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഇത് AB2 ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലിവേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പാരലൽ ടു എക്സ് വൈ ലൈൻ ആയിട്ട് കിട്ടും. അപ്പോൾ B2 എവിടെയുണ്ടോ അതിൽ നിന്നും എക്സ് വൈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരച്ച് അതിനകത്തുണ്ട് B2'. സോ നമുക്ക് A', B2' വളരെ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും അല്ലേ. ഇനി നമുക്ക് എന്താണ് ഈ പറഞ്ഞ തീറ്റ നമുക്ക് അറിയാവോ? ദാറ്റ് ഈസ് ഇൻക്ലിനേഷൻ ടു എച്ച് പി എത്രയാണെന്ന് അറിയാവോ? അറിയത്തില്ല അല്ലേ. അപ്പോൾ അത് നമുക്ക് അറിയത്തില്ല. പിന്നെ നമുക്ക് എന്താ ഇതിനകത്ത് അറിയാവുന്നുള്ളത്? എന്തെങ്കിലും നമുക്ക് അറിയാവുന്നതുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. സോ നോക്കി ഇതിനകത്ത് എന്തെങ്കിലും അറിയാവുന്ന കേസസ് ഇവിടെ നമുക്ക് ഓക്കെ ഇവിടെ ഈ ഒരു ലൈൻ നമുക്ക് വേണേൽ മാർക്ക് ചെയ്യാം അല്ലേ. ബിക്കോസ് B2 എവിടെയുണ്ടോ അവിടെയുണ്ട് ഈ പറഞ്ഞ ബി. ദാറ്റ് മീൻസ് ഈ എക്സ് വൈ ലൈന് പാരലായിട്ടൊരു ലൈൻ വരച്ചാൽ നമുക്കിതിനെ വിളിക്കാം ഇറ്റ് ഈസ് ലോക്കസ് ഓഫ് ബി. സോ ഈ B2 എവിടെയുണ്ടോ അതിൽ നിന്ന് എക്സ് വൈ ലൈന് പാരലായിട്ടൊരു ലൈൻ വരച്ചാൽ അതിനകത്ത് കാണും ബി അല്ലേ. സോ ആ പോയിന്റ് വേണമെങ്കിൽ നമുക്കിവിടെ മാർക്ക് ചെയ്യാം. സോ ദാറ്റ് മീൻസ് ഇവിടെ B2 ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എന്ത് ചെയ്യാം, B2 കൂടി എക്സ് വൈ ലൈന് പാരലായിട്ടൊരു ലൈൻ അങ്ങ് വരയ്ക്കുക. സോ ഈ ലൈനെ കാണും എന്ത്? ആക്ച്വൽ ബി അല്ലേ. സോ ആക്ച്വൽ ബി ഈ പറഞ്ഞ പോയിന്റ് ബിയുടെ ആക്ച്വൽ ടോപ്പ് വ്യൂ അല്ലേ എവിടെ കാണും? ഈ എക്സ് വൈ ലൈനിന് പാരലായിട്ട് B2 കൂടെ പാസ് ചെയ്ത് പോകുന്ന ഈ ലൈനെ കാണും നമ്മുടെ ഈ പറഞ്ഞ ബിയുടെ ടോപ്പ് വ്യൂ അല്ലേ. സോ ഈ ലൈനിൽ എവിടെയും ഉണ്ട് ടോപ്പ് വ്യൂ നമുക്കറിയാം. ഇനി ഫ്രണ്ട് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആംഗിൾ അറിയാമായിരുന്നെങ്കിൽ എന്തായാലും മാർക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ആംഗിൾ നമുക്ക് അറിയത്തില്ല അല്ലേ. പിന്നെ നമുക്ക് ഇനി എന്താ അറിയാവുന്നുള്ളത് ഇതിനകത്ത്? ജസ്റ്റ് നോക്കിക്കേ, ക്വസ്റ്റിനകത്തേക്ക് നോക്കി. ഇനി എന്താ നമുക്ക് ഇതിനകത്ത് അറിയാനുള്ളത്? എന്തെങ്കിലും അറിയാവോ? ഇനി അറിയാവുന്ന ഒരേ ഒരു കേസ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കേസ് ഈ ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 50 അല്ലേ. ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു 50 മില്ലിമീറ്റർ ക്വസ്റ്റിനകത്ത് കറക്റ്റായിട്ട് തരുന്നുണ്ട്. ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു 50 മില്ലിമീറ്റർ എന്ന് പറഞ്ഞ് ക്വസ്റ്റിനകത്ത് തരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ 50 മില്ലിമീറ്റർ എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും മാർക്ക് ചെയ്യുക? നോക്കി, ഇതാണ് ആക്ച്വൽ ടോപ്പ് വ്യൂ. സോ ഈ ടോപ്പ് വ്യൂവിൻ്റെ ലെങ്താണ് നമുക്ക് തന്നിരിക്കുന്നത് 50 മില്ലിമീറ്റർ അല്ലേ.
സോ 50 മില്ലിമീറ്റർ എന്ന് പറയുന്ന ഈ ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് ആണ് നമുക്ക്, സോറി ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് അല്ല, അത് ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് ആണ്. ഇതാണ് ആക്ച്വൽ എ ബി, ദാറ്റ് ഈസ് ദി ആക്ച്വൽ ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് അല്ലേ. അപ്പോൾ ഈ എ ബിയുടെ ലെങ്ത് തന്നെയായിരിക്കും എന്തിൻ്റെ ലെങ്ത്, ഈ എ ബി വണ്ണിൻ്റെ ലെങ്ത് അല്ലേ. നോക്കി എ ബി എങ്ങനെ കിട്ടിയത്, എ ബി വണ്ണിൻ്റെ ലെങ്ത് എടുത്ത് ഇങ്ങോട്ട് വരച്ചപ്പോഴാണ് നമുക്ക് എ ബി കിട്ടിയത് അല്ലേ. സോ അപ്പോൾ നമുക്കറിയാവുന്നൊരു കേസ് എന്താണ്, ഈ പറഞ്ഞ എ ബിയുടെ ലെങ്ത് തന്നെയായിരിക്കും എ ബി വണ്ണിൻ്റെ ലെങ്ത്, അതാ നമുക്ക് അറിയത്തുള്ളൂ അല്ലേ. ഇനി അടുത്ത കേസ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം. സോ ഈ എ ബിയുടെ ലെങ്താണ് എ ബി വണ്ണിൻ്റെ ലെങ്ത് എങ്കിൽ എ ബി വൺ എങ്ങനെയായിരിക്കും ഇരിക്കുക, ദാറ്റ് ഈസ് പാരലൽ ടു എക്സ് വൈ ലൈൻ ആയിട്ടായിരിക്കും എ ബി വൺ ഇരിക്കുക അല്ലേ. സോ എ ബി വണ്ണിൻ്റെ ലെങ്ത് അപ്പോൾ എത്ര തന്നെയായിരിക്കും, 50 തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ മാർക്ക് ചെയ്യാം. സോ എ ബി വണ്ണിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൾസോ 50 തന്നെയായിരിക്കും. അപ്പോൾ എ ബിയുടെ ലെങ്ത് തന്നെയാണ് എ ബി വണ്ണിൻ്റെ ലെങ്ത്. സോ എ ബിയുടെ ലെങ്ത് 50 ആണെങ്കിൽ എ ബി വണ്ണിൻ്റെ ലെങ്ത് എന്ത് തന്നെയായിരിക്കും, 50 മില്ലിമീറ്റർ തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് മാർക്ക് ചെയ്യുക. സോ അത് മാർക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. സോ എത്രയായിരിക്കും, ഈ പറഞ്ഞ ഈ എ ബി വണ്ണിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 50 മില്ലിമീറ്റർ ജസ്റ്റ് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് നമുക്കറിയാം, എ ബിയുടെ ലെങ്ത് എ ബി വൺ ആണെങ്കിൽ അതിൻ്റെ ലെങ്ത് ഈക്വൽ ടു 50 എന്ന് നമുക്കറിയാം അല്ലേ. സോ ആ 50 മില്ലിമീറ്റർ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. സോ ദാറ്റ് ഈസ് 50 മില്ലിമീറ്റർ, ദാറ്റ് ഈസ് ദി ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത്. ആ ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ദാറ്റ് ഈസ് ബി വണ്ണിൻ്റെ ലെങ്ത് അല്ലേ. സോ എ ബി വണ്ണിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദി ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് തന്നെയായിരിക്കും അല്ലേ. സോ അത് എത്രയാണ്, ദാറ്റ് ഈസ് 50 മില്ലിമീറ്റർ. വേണം നമുക്ക് ഇവിടെ മാർക്കും കൂടെ ചെയ്തേക്കാം. ഇറ്റ് ഈസ് 50 മില്ലിമീറ്റർ. സോ ദാറ്റ് ഈസ് ദി ലെങ്ത് ഓഫ് ദി ടോപ്പ് വ്യൂ അല്ലേ. ഓക്കെ, അപ്പം ഇനി നമുക്ക് അപ്പം ബി വൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടാം, ബി വൺ ഡാഷ് കിട്ടാം അല്ലേ. നോക്കി എങ്ങനെയാണ് ബി വൺ കിട്ടിയത്, സപ്പോസ് ഒരു ലൈൻ വിച്ച് ഈസ് പാരലൽ ടു വി പി ആൻഡ് ഇൻക്ലൈൻ ടു എച്ച് പി ആയിട്ടിരിക്കുന്ന കണ്ടീഷനിലാണ് നമ്മൾ എന്ത് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമുക്ക് ട്രൂ ലെങ്ത് കിട്ടും അല്ലേ. അതുപോലെ തന്നെ ട്രൂ ഇൻക്ലിനേഷൻ. സോ ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി എത്രയാണ്, ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി നമുക്ക് അറിയത്തില്ല അല്ലേ. സോ അത് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ അതിൻ്റെ ടോപ്പ് വ്യൂ എന്തായിരിക്കും, ദാറ്റ് ഈസ് എ ലൈൻ വിച്ച് ഈസ് പാരലൽ ടു എക്സ് വൈ ലൈൻ. പാരലൽ ടു എക്സ് വൈ ലൈൻ ആയിട്ട് ഒരു റെഡ്യൂസ്ഡ് ലെങ്ത് ഉള്ള ഒരു ലൈനായിരിക്കും നമുക്ക് ടോപ്പ് വ്യൂ നോക്കുമ്പോൾ കാണുന്നത് അല്ലേ. സോ ആ സംഗതി നമ്മളിവിടെ മാർക്ക് ചെയ്തേക്കുന്നത് ദാറ്റ് ഈസ് എ ബി വൺ വിച്ച് ഈസ് പാരലൽ ടു എക്സ് വൈ ലൈൻ അല്ലേ, പാരലൽ ടു എക്സ് വൈ ലൈൻ. സോ ദാറ്റ് ഈസ് എ റെഡ്യൂസ്ഡ് ലെങ്ത്. അതിൻ്റെ ലെങ്താണ് നമുക്ക് തന്നിരിക്കുന്നത്, ഈ ലെങ്താണ് ദാറ്റ് ഈസ് ഈക്വൽ ടു 50 മില്ലിമീറ്റർ തന്നിരിക്കുന്നത് അല്ലേ. സോ അതാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 50 മില്ലിമീറ്റർ. അപ്പോൾ ഇവിടെ ബി വൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണും, ബി വൺ ഡാഷ് കാണും അല്ലേ. എവിടെ കാണും ബി വൺ ഡാഷ്, ഈ പറഞ്ഞ ബി വണിൽ നിന്ന് എക്സ് വൈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരച്ചാൽ അതിനകത്ത് കാണും നമ്മുടെ ബി വൺ ഡാഷ് അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യുക, സോ ഇവിടെ ബി വണ്ണിൽ നിന്നും ഞാൻ ജസ്റ്റ് എക്സ് വൈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ അങ്ങ് വരയ്ക്കുക. സോ ഈ ലൈനെ കാണും എന്ത്, ബി വൺ ഡാഷ്. ഈ ബി വൺ ഡാഷ് എവിടെയുണ്ട് നോക്കിയേ, വാട്ട് ഈസ് ദി, ഇവിടെ എങ്ങനെ വെച്ചപ്പോൾ നമുക്ക് എ ഡാഷ് ബി വൺ ഡാഷ് കിട്ടിയത്, ദറ്റ് ഈസ് പാരലൽ ടു വി പി ആൻഡ് ഇൻക്ലൈൻ ടു എച്ച് പി ആയിട്ട് വെച്ചപ്പോൾ നമുക്ക് എ ഡാഷ് ബി വൺ ഡാഷ് കിട്ടിയത് അല്ലേ. സോ എ ഡാഷ് ബി വൺ ഡാഷിൻ്റെ ലെങ്ത് എത്രയാണ്, ഇറ്റ് ഈസ് പാരലൽ ടു വി പി ആൻഡ് ഇൻക്ലൈൻ ടു എച്ച് പി ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് എ ഡാഷ് ബി വൺ ഡാഷിൻ്റെ ലെങ്ത് ട്രൂ ലെങ്ത് നമുക്ക് കാണാൻ പറ്റും അല്ലേ. സോ ട്രൂ ലെങ്ത് എത്രയാണ് തന്നിരിക്കുന്നത്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ട്രൂ ലെങ്ത് ദറ്റ് ഈസ് ഈക്വൽ ടു 70 അല്ലേ. ട്രൂ ലെങ്ത് ഈക്വൽ ടു 70 നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെ കിട്ടും, ബി വൺ ഡാഷ് കിട്ടാൻ എന്ത് ചെയ്യണം, ഈ എ ഡാഷെ കുത്തി എന്ത് ചെയ്യണം, നിങ്ങളുടെ കോമ്പസ് എടുക്കുക, എ ഡാഷെ കുത്തുക, എത്ര മില്ലിമീറ്റർ എടുക്കണം, 70 മില്ലിമീറ്റർ എടുത്ത് ജസ്റ്റ് ഒരു ആർക്ക് വരയ്ക്കുക അല്ലേ. സോ എ ഡാഷെ കുത്തി നിങ്ങളുടെ കോമ്പസ് എടുക്കുക, എ ഡാഷെ കുത്തുന്നു, എത്ര മില്ലിമീറ്റർ എടുക്കണം, 70 മില്ലിമീറ്റർ എടുത്ത് ജസ്റ്റ് ഒരു ആർക്ക് വരയ്ക്കുക. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ബി വൺ ഡാഷ് കിട്ടി അല്ലേ. സോ ഈ എ ഡാഷ് ബി വൺ ഡാഷിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, ദാറ്റ് ഈസ് ഓൾസോ 70, ദാറ്റ് ഈസ് ദി ട്രൂ ലെങ്ത് അല്ലേ. ട്രൂ ലെങ്ത് തന്നെയായിരിക്കും എ ഡാഷ് ബി വൺ ഡാഷിൻ്റെ ലെങ്ത്, ദാറ്റ് ഈസ് ദി ട്രൂ ലെങ്ത്, ദാറ്റ് ഈസ് 70. ഓക്കെ, സോ അപ്പം ബി വൺ ഡാഷ് ഇവിടെ ഉണ്ടെങ്കിൽ ആക്ച്വൽ ബി ഡാഷ് എവിടെ കാണും, എവിടെയായിരിക്കും നോക്കിയേ, ഇവിടെ ലോക്കസ് ഓഫ് ബി മാർക്ക് ചെയ്തതുപോലെ ബി ഡാഷ് എവിടെ കാണും, ഈ ബി വൺ ഡാഷിൽ കൂടി എക്സ് വൈ ലൈന് പാരലായിട്ട് നമ്മളൊരു ലൈൻ വരച്ചാൽ അതിനകത്ത് കാണും നമ്മുടെ ആക്ച്വൽ ബി ഡാഷ് അല്ലേ. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൽ കൂടി ഈ പറഞ്ഞ എക്സ് വൈ ലൈന് പാരലായിട്ട് ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക. ഇവിടെ ബി വൺ ഡാഷിൽ കൂടി എക്സ് വൈ ലൈന് പാരലായിട്ടൊരു ലൈൻ അങ്ങ് വരയ്ക്കുക. സോ ഈ ലൈനെ കാണും നമ്മുടെ ബി ഡാഷ്.
സോ ഇവിടെ മാർക്ക് ചെയ്യുക, ഇറ്റ് ഈസ് ലോക്കസ് ഓഫ് ബി ഡാഷ്. ലോക്കസ് ഓഫ് ബി ഡാഷ് അല്ലേ. ഇനി ആക്ച്വൽ ബി ഡാഷ് ആക്ച്വൽ ബിയും കിട്ടാൻ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അപ്ലൈ ചെയ്യുക. എന്ത് ചെയ്യണം? ഇവിടെ എന്ത് ചെയ്തു? ഈ പറഞ്ഞ ഇവിടെ നോക്കിയാൽ ആലോചിച്ച് നോക്കിയേ, എ ഡാഷ് ബി ടു ഡാഷിൻ്റെ ലെങ്ത് എടുത്ത് നമ്മൾ എന്ത് ചെയ്തു? കോമ്പസ് എടുത്ത് ഇവിടെ കുത്തി ജസ്റ്റ് ഒരു ആർക്ക് വരച്ചു. അതുപോലെ തന്നെ എ ബി വണ്ടെ ലെങ്ത് എടുത്ത് ഇങ്ങോട്ട് ആർക്ക് വരച്ചു. അപ്പോൾ നമുക്ക് എ ഡാഷ് ബി ഡാഷും കിട്ടി, എ ബിയും കിട്ടി. സെയിം മെത്തേഡ് തന്നെ ഇവിടെ അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യണം? എ ഡാഷ് ബി ടു ഡാഷിൻ്റെ ലെങ്ത് എടുത്തു, ജസ്റ്റ് ഡ്രോ ആൻ ആർക്ക് അല്ലേ, കോമ്പസ് എടുത്തു, ജസ്റ്റ് ഒരു ആർക്ക് വരയ്ക്കുക. സോ അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ബി ഡാഷ് കിട്ടി. സോ ഇതാണ് നമ്മുടെ ആക്ച്വൽ ബി ഡാഷ്. സോ ഇതാണ് നമ്മുടെ ആക്ച്വൽ ബി ഡാഷ്. ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം? എ ബി വൺ അല്ലേ. സോ കോമ്പസ് എടുത്ത് കുത്തുക, എ കുത്തുക, എ ബി വൺ ഡിസ്റ്റൻസ് എടുക്കുക, ഇതുപോലെ തന്നെ ജസ്റ്റ് ഒരു ആർക്ക് വരയ്ക്കുക അല്ലേ. സോ ഇറ്റ് ഈസ് എ കുത്തി എ ബി വൺ ഡിസ്റ്റൻസ് എടുത്തു, ജസ്റ്റ് ഒരു ആർക്ക് വരയ്ക്കുക. അപ്പം ഈ വന്ന് മീറ്റ് ചെയ്ത പോയിന്റ് ഏതായിരിക്കും? ഇതായിരിക്കും നമ്മുടെ ആക്ച്വൽ ബി അല്ലേ. സോ ഇറ്റ് ഈസ് അവർ ആക്ച്വൽ ബി. സോ ഇത് നമ്മുടെ ആക്ച്വൽ ബി ഡാഷ്, ഇത് ആക്ച്വൽ ബി. ഇനി എന്ത് ചെയ്യണം? എ ഡാഷും ബി ഡാഷും കൂടെ ജോയിൻ ചെയ്യുക. സോ ദാറ്റ് ഈസ് ദി ആക്ച്വൽ ഫ്രണ്ട് വ്യൂ അല്ലേ. എ ഡാഷ് ബി ഡാഷ് ദാറ്റ് ഈസ് ദി ആക്ച്വൽ ഫ്രണ്ട് വ്യൂ. അതുപോലെ തന്നെ എയും ബിയും ജോയിൻ ചെയ്യുക, ദാറ്റ് ഈസ് ദി ആക്ച്വൽ ടോപ്പ് വ്യൂ. അപ്പം നമുക്ക് എ ഡാഷ് ബി ഡാഷ് നമുക്ക് ആക്ച്വൽ ഫ്രണ്ട് കിട്ടി, എ ബി ആക്ച്വൽ ടോപ്പ് വ്യൂ കിട്ടി അല്ലേ. സോ എ ഡാഷ് ബി ഡാഷ് അത് എപ്പോഴും തിക്കായിട്ട് വരയ്ക്കണം. നമുക്ക് വേണ്ടത് എന്താണ്? പ്രൊജക്ഷൻസ് ആണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. സോ പ്രൊജക്ഷൻസ് എന്താണ്? എ ഡാഷ് ബി ഡാഷ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നിരിക്കുന്നത് ഫ്രണ്ട് വ്യൂവിനെ, അതുപോലെ തന്നെ എ ബി റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ടോപ്പ് വ്യൂവിനെ. സോ ഇത് രണ്ടും എന്ത് ചെയ്യണം? തിക്കായിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ. ഇനി ഈ ക്വസ്റ്റിനകത്ത് ഒരു സാധനം കൂടെ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ തന്നിട്ടുണ്ട്. എന്താ അത്? എന്താ ക്വസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട്? ഫൈൻഡ് ഔട്ട് ഇസ് ഇൻക്ലിനേഷൻ വിത്ത് വാട്ട് ഈസ് ഇസ് ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ. സോ ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി എന്താ ചോദിച്ചേക്കുന്നത്? എന്തായിരിക്കും ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി? നോക്കിയേ. സോ ഇവിടെ നോക്കിയേ. സോ ഇവിടെ ദാറ്റ് മീൻസ് സപ്പോസ് ഒരു ലൈൻ വിച്ച് ഈസ് പാരലൽ ടു വി പി ആൻഡ് ഇൻക്ലൈൻ ടു എച്ച് പി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, സോ ഈ തീറ്റ ഡിഗ്രി ഇതാ നമ്മളോട് ചോദിച്ചേക്കുന്നത്. സോ ഈ ഒരു ആംഗിളാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അല്ലേ. സോ ഈ ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇത് നമുക്ക് പാരലൽ ടു വി പി ആൻഡ് ഇൻക്ലൈൻ ടു എച്ച് പി ആയിട്ടിരിക്കുന്ന കണ്ടീഷനിലാണ് നമുക്ക് ഈ ട്രൂ ആംഗിൾ കാണുക അല്ലേ. സോ അതായത് അതേതാണ്? പാരലൽ ടു വി പി ആൻഡ് ഇൻക്ലൈൻ ടു എച്ച് പി ആയിട്ടിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഇത് അല്ലേ. സോ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. സോ ഈ ആംഗിൾ അല്ലേ, ഈ തീറ്റ ഡിഗ്രി. സോ ഈ തീറ്റ ഡിഗ്രിയാണ് ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി അല്ലേ. സോ അതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിച്ചേക്കുന്നത്. സോ അപ്പോൾ എന്ത് ചെയ്യണം? ഈ ആംഗിൾ എത്രയാണെന്നുള്ളത് നിങ്ങൾ മെഷർ ചെയ്യുക. സോ ഈ തീറ്റ എത്രയാണെന്നുള്ളത് നിങ്ങൾ മെഷർ ചെയ്യുക. സോ തീറ്റ എത്രയാണെന്ന് മെഷർ ചെയ്ത് ജസ്റ്റ് നിങ്ങൾ ഇവിടെ ഒരു തീറ്റ എത്രയാണെന്ന് മെഷർ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒരു കോളം വരച്ച് ഇതിനകത്ത് നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുക തീറ്റ ഇത്ര ഡിഗ്രി എന്ന് പറഞ്ഞ് ജസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുക. അത് ഈ ഒരു സൈഡിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതായിരുന്നു നല്ലത്. അപ്പോൾ ഞാൻ ഇവിടെ ഈ മെഷർമെൻറ്റ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി എഴുതിയത് കൊണ്ടാണ് അത് എന്താണ് അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ സ്ഥലമില്ലാതെ പോയത്. സോ നിങ്ങൾ എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഈ സൈഡിൽ ജസ്റ്റ് തീറ്റ ഈക്വൽ ടു എത്രയാണെന്ന് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി തരുവാണ്. സോ തീറ്റ എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിനുശേഷം ജസ്റ്റ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റൈലിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. സെയിം ക്വസ്റ്റ്യൻ തന്നെ ഡിഫറെൻറ്റ് രീതിയിൽ ചോദിക്കാം. ഓക്കെ. താങ്ക് യു.